മാമിയാരെ മാമിയാരെ അപ്പച്ചി അപ്പച്ചിയെ വിളിക്കുന്നേ. കേട്ടെങ്കിൽ ഉത്തരം പറഞ്ഞോട്. സ്നേഹത്തോടെ വിളിക്കുന്നല്ലേ. എന്താ മാമിയാർക്ക് ഒരു ടീ എടുക്കട്ടുമാ? വേണ്ട. അങ്ങനെ പറയല്ലേ നാത്തൂനെ, മരുമോള് സ്നേഹത്തോടെ ചോദിച്ചല്ലേ, മേടിച്ചു കുടിക്ക്. ഓ, ഇത്രയും നാൾ ഈ മരുമോൾ എവിടെ ആയിരുന്നു? ബാലാമണി ഒറ്റയ്ക്കായിരുന്നു എന്നും. ഇനി അത് മതി. അതെ നാത്തൂനെ, തൊഴുത്ത് ഏറ്റെടുത്തപ്പോഴേ ഉത്തമന്റെ സ്വഭാവമൊക്കെ അങ്ങ് മാറി. ഇപ്പൊ പണ്ടത്തെ ദേഷ്യവും ആ മുൻകോപം ഒന്നും ഇപ്പൊ ഇല്ല അല്ലേ? അതെ, അതങ്ങനെയാമ്മേ. ഈ വെറുതെ ഇരിക്കുമ്പോഴാ മനുഷ്യർക്ക് അക്രമവാസനയും ദേഷ്യമൊക്കെ ഉണ്ടാവുന്നേ. എന്തിലെങ്കിലും എൻഗേജ്ഡ് ആയി കഴിയുമ്പോഴേ അതൊക്കെ മാറും. പിന്നെ അതിന്റെ വഴിക്ക് അങ്ങ് പൊക്കോളും. അതെ, അവന് മര്യാദയ്ക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ അവൻ ഒളിച്ചോടിയത്. എന്റെ നാത്തൂനെ, അതിനിപ്പോ എന്താ കുഴപ്പം? അവൻ നശിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ. അയ്യോ, അവൻ നശിച്ചു പോയിട്ടൊന്നുമില്ല. അവനങ്ങ് രക്ഷപ്പെട്ടില്ലേ. അവനിപ്പോ എറണാകുളം ജില്ലാ കളക്ടറാ. എന്നാ മാമിയാരെ, ജില്ലാ കളക്ടർ മട്ടും താനെ രക്ഷപ്പെട്ടിട്ടുള്ളോ? മാമാവും രക്ഷപ്പെടും. കണ്ടാ മതി. മാമിയാരെ, ഉങ്ങക്കൊന്ന് തെരിയുമാ? നീ ചൊല്ല്, ഞാൻ തെരഞ്ഞിക്കറേൻ. അതാ അപ്പച്ചി തമിഴ് പറയുന്നു. അയ്യോ, ഇതിന്റെയൊക്കെ കൂടെയല്ലേ വാസം, പിന്നെ അങ്ങനെ പറയാതിരിക്കും. നിക്ക് നാത്തൂനെ, മരുതക നീ എന്താ പറയാൻ വന്നത്? சீதம்மாயி அந்த மாட்டுப்பெட்டி சந்தைன்னு மாமா 5 பசுக்களை இந்த கொண்டு வந்து ഇവിടെ അങ്ങോട്ട് ബിസിനസ് പൊടി പൊടിക്കും. அதுதான் പ്ലാൻ. അവൻ ഒരു പോട്ടൻ. ഈ 5 പശുക്കളെയൊക്കെ ഈ തൊഴുത്തിനകത്ത് കൊള്ളുവോ? 2 തന്നെ വളരെ കഷ്ടപ്പെട്ടാ നിൽക്കുന്നത്. എന്റെ പൊന്നപ്പച്ചി, ബിസിനസ് വലുതാകുമ്പോ തൊഴുത്തും വലുതാവൂലേ? അപ്പൊ ബാക്കിയും കൂടെ കൊണ്ടോളൂ അതിനകത്ത്. എടി ഷാഹിന, എനിക്കതല്ല, ഈ പശുക്കളെയൊക്കെ കൂടെ ഇങ്ങോട്ട് ഇറക്കിയിട്ടേ അവസാനം കൊട്ടിലപ്പാട്ട് തറവാടിന്റെ പേര് മാറ്റിയിട്ട് കൊട്ടിലപ്പാട്ട് ഫാം ഹൗസ് നാട്ടുകാർ വിളിക്കുമെന്ന് എന്റെ പേടി. അതിന് അമ്മ എന്തിനാ പേടിക്കുന്നത്? അതൊക്കെ ക്രെഡിറ്റ് ആയിട്ട് എടുത്താൽ പോരെ? നിനക്ക് പിന്നെ എല്ലാം ക്രെഡിറ്റ് ആണല്ലോ. സീതമ്മായി, அந்த കൃഷ്ണന്റെ അമ്പാടിയില് പശുക്കള് മേയും പോലെ ഇനി കൊട്ടിലപ്പാട്ട് പശുക്കള് മേയും. എപ്പടി നല്ല ഇരിക്കൂലേ? ഇനി കേരളത്തിലെ പശുക്കളും തമിഴ്നാട്ടിലെ പശുക്കളും തമ്മിൽ വഴക്കിടുവോന്നാ എന്റെ പേടി. എന്നാ മാമിയാരെ, മനുഷ്യർക്കിടയിലല്ലേ ജാതിയും മതവും രാജ്യവും ഒക്കെ. മൃഗങ്ങൾക്ക് അന്ത മാതിരി പ്രശ്നം ഒന്നും കിടയാത്. അത് മരതകം പറഞ്ഞത് പോയിന്റ്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴല്ലോ സീതാലക്ഷ്മിക്ക് സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ട്. അങ്ങനെ നാത്തൂൻ പറയരുത്. പോയിന്റ് ആര് പറഞ്ഞാലും സീതാലക്ഷ്മി സമ്മതിക്കും. അതിപ്പോ നാത്തൂനാണെങ്കിലും. പോയിന്റ് ഉള്ളു പാല്. അവൻ കൊണ്ടുപോയി തുടങ്ങിയപ്പോഴാണ് സൊസൈറ്റിയിൽ കൊടുക്കാനുള്ള പാലപ്പത്. എന്താ ഇവിടെ പറയാ? എന്തിനേ ഞാൻ ഇപ്പൊ വരാട്ടോ. ഡീ, ഇതെന്താ പണങ്ങിക്കണേ? ഞാൻ ഇപ്പൊ വരാന്ന് കേട്ടിണ്ടാ? വന്നിട്ട് കുളിക്കാൻ നമുക്ക് കേട്ടോ. ആ പാലും കൊണ്ട് എന്തേ ഇങ്ങോട്ട് തരാ, ഞാൻ കൊണ്ടുവന്ന്. ഞാൻ കൊണ്ട് കൊടുത്തോളാം. ഇവിടെ നീ പാല് കൊണ്ട്, നീ സൈക്കിളല്ലേ വണ്ടിക്ക് കൊണ്ടുപോവാ. ആ വണ്ടിക്കൊന്നും കൊണ്ടോണ്ട. എന്നിട്ട് വണ്ടീന്റെ പെട്രോളിന്റെ പൈസയും കൂടി ഞാൻ തരാനല്ലേ. ഇന്ന് നീ പെട്രോളിന്റെ പൈസ തരണ്ട. എന്താ? ഇന്നത്തെ ഞങ്ങൾ കൂട്ടി നാളെ തന്നാ മതി. അപ്പൊ നാളത്തെയോ? അത് വേണേ ഇപ്പൊ തന്നു. നീ വെറുതെ പൊട്ടം കളിപ്പിക്കാൻ നിൽക്കല്ലോ. ഉത്തമ, നീ പറഞ്ഞിട്ടാണ് വീടുകളിൽ കൊടുക്കണ പാലൊക്കെ നിർത്തിയിട്ട് നീ കടയിൽ കൊണ്ട് കൊടുക്കാൻ തുടങ്ങിയത്. ഇത് ഞാൻ സൊസൈറ്റിയിൽ കൊണ്ട് കൊടുക്കണം. അവിടെ കണക്ക് കൊടുക്കാനുള്ള എനിക്ക്. എടാ, ഈ പാല് കൊണ്ട് എനിക്കിന്ന് വേറെ ബിസിനസ് ഉണ്ടെന്ന്. എന്ത് ബിസിനസ്? അതൊന്നും നീ അറിയണ്ട. കള്ളക്കടത്തായിരിക്കും അല്ലേ? പശുവും പാലും കൊണ്ട് കള്ളക്കടത്താ. നീ വെറുതെ അല്ലേ തൊഴുത്തിലായി പോയത്? അതെ, നീ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് ഈ പാല് ഞാൻ സൊസൈറ്റിയിൽ കൊടുക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നാളെ നിന്റെ പശു പാല് തന്നില്ലെങ്കിൽ, സൊസൈറ്റി പാല് കൊടുത്തില്ലെങ്കിൽ നീ തൂങ്ങിച്ചാവുക? ഞാൻ എന്തിനു തൂങ്ങിച്ചാവണേ? അപ്പൊ പിന്നെ പാലും കൂടെ ഉണ്ടാന്ന്. ആ പാല് തരില്ല. ഇന്ന് പാല് കൊണ്ടുപോകാൻ പറ്റില്ല എനിക്ക്. ഞാൻ കൊടുത്തോളൂ. അപ്പോൾ നിനക്ക് വേറൊരു സംഭവം അറിയാവും. എന്താണ്? നമ്മൾ ഇത്രയും നേരം ഇങ്ങനെ വായിട്ടളിച്ചിട്ട് അവസാനം എന്താ സംഭവിക്കാൻ പോണെന്നറിയാം? എന്താ? ഈ പാലും കൊണ്ട് ഞാൻ പോകും. ആ പോവും. അത് കാണണല്ലോ. ഞാൻ കൊണ്ടുപോകും. എങ്ങനെ കൊണ്ടുപോകും? ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പാലും കൊണ്ട് ഞാൻ പോകും. പശു വീണ് ഉത്തമ, ഞാൻ പറഞ്ഞു തരില്ല. ഞാൻ എന്നൊന്നും പറഞ്ഞില്ല. ഇവനെന്ത് ചക്കരാണ് പറയണത്? അയ്യ, ഞാൻ നിന്റെ പെൻസിൽ പൊടിച്ച് ഇങ്ങോട്ട് മോങ്ങാനായിട്ട്. എന്റെ മോളെ പാല് കൊണ്ട് ഞാൻ കൊടുക്കാന്ന് കേൾക്കണമെന്ന്. അതെ, അവൻ പാലുകൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞത് സൊസൈറ്റിയിലേക്കല്ല, കള്ളക്കടത്ത് നടത്താനാ.
കള്ളക്കടത്താ? എന്ത് കള്ളക്കടത്ത്? ഓ എന്റെ പൊന്നു കൊച്ചു നിന്റെ നിലക്കോളാണോ? ഈ പാല് കൊണ്ട് ഞാൻ എന്ത് കള്ളക്കടത്ത് നടത്താനാ? എല്ലാ ദിവസവും ഇവൻ കിടന്നിട്ട് കഷ്ടപ്പെട്ട് പണിയുമല്ലേ, ഞാൻ വെറുതെ ഇരിക്കേ. അപ്പൊ ഇന്ന് പാല് ഞാൻ കൊണ്ട് കൊടുക്കാന്ന് കൊണ്ട് കേൾക്കണമെന്ന്. ആ വേണ്ട, നീ സൊസൈറ്റിയിലേക്കല്ലല്ലോ കൊണ്ടു കൊടുക്കണേ. അതാ ഞാൻ സൊസൈറ്റിയിലേക്കാണ് കൊണ്ടുപോണത്. നീ പാലെന്റെ ഇതാ. എന്റെ അപ്പുണ്ണിയേട്ടാ, എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? നിങ്ങൾ തമ്മിൽ ഒരു ധാരണ ആയതല്ലേ. ഇന്നൊരു ദിവസത്തേക്ക് ഉത്തമേട്ടം കൊണ്ട് കൊടുക്കട്ടെ. ആ അത് മതി, കാരണം നമ്മള് പാർട്ട്ണർമാരല്ലേ പുണ്ണി. അവിടെ സാക്ഷി ഉണ്ട് കേട്ടോ. പിന്നെ എനിക്കറിയാൻ പാടില്ലേ, നീ ഒരു കാര്യം ഞാൻ പശുവിനെ കുളിപ്പിച്ച് കിട്ടും. പശുവിനൊക്കെ ഞാൻ കുളിപ്പിച്ചോളാം, എന്നെ വല്ലാണ്ട് ഭരിക്കണം എന്ന് പറഞ്ഞോ നീ. മറ്റേ പശു എന്തി? മറ്റേ പശു ആ പറമ്പിലുണ്ട്. ഇത് കേട്ടാ, പശുവിനെ കെട്ടണമെന്ന് പറഞ്ഞാണ് തൊഴുത്ത് കുളിപ്പിക്കാതിരുന്നത്. ഇപ്പൊ പശുവിനെ കൊണ്ട് തൊടി കെട്ടിയേക്കണെന്ന്. അപ്പൊ പശുവിന് നല്ല പുല്ലുന്നുണ്ടേ. നീ പിന്നെ ഇവിടെ എന്തിനാണ് തിന്നാൻ മാത്രമോ? ആ പുല്ലി എത്തി കൊടുക്ക്. അപ്പൊ നീ പാർട്ട്ണർ, നിനക്കും ചെത്തി കൂടെ. അപ്പൊ ഞാൻ പാലും കൊണ്ട് പോണ ഞാനല്ലേ. ആ പാല് കൊണ്ട് വന്നിട്ട് പുല്ല് പോയി ചെത്ത്. പുല്ലിയെ എന്നോട് ഇത് രണ്ടും ഞാൻ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? സൈന, അവൻ സൊസൈറ്റിയിലേക്ക് നല്ല പാലുകൊണ്ടിരിക്കണം കേട്ടോ. അവൻ വേറൊന്നും തരിക്കണുണ്ടോ അവന്? കള്ളൻ. അവന് തല്ലി വാങ്ങാന്ന് വെച്ചാൽ കാട്ടുപോലിന്റെ ശക്തി അവന്. കാട്ടുപോലത്തിന്റെ തലച്ചോറും. വരട്ടെ എന്തായാലും. ഇതാത്തോണ്ട് ചേ എന്താണ് പങ്കിമാവാ? അതാ വിജയിന്റെ ഫ്ലക്സ് ആണല്ലോ ഇത്. അപ്പുണ്ണേട്ടാ, തമിഴ്നാട്ടിലെ പോലെ വിജയുടെ പടം റിലീസ് ആവുന്നതിന്റെ എന്തെങ്കിലും ആഘോഷമായിരിക്കും. നമ്മുടെ കൂടി ഇപ്പൊ അങ്ങനെയൊക്കെ തുടങ്ങിയോ? നண்பர்களே വണക്കം. ചെന്നൈയിലെ വിജയ് ഫാൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയായി ഞാൻ യാദൃശികമായിട്ടാണ് നാട്ടിലെത്തിയത്. അപ്പൊ എനിക്ക് അറിയാൻ കഴിഞ്ഞത് അണ്ണൻ അവിടെയുള്ളേക്കാൾ കൂടുതൽ ഫാൻസ് ഇവിടെ ഉണ്ടെന്നാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ ഈ ടീസർ റിലീസ് നമ്മൾ അടിപൊളിയാക്കിയേക്കുന്നത്. പടം റിലീസ് ആകുമ്പോൾ ഇതിലും ഗംഭീരമായിട്ട് നമുക്ക് ആഘോഷിക്കണം. അതിന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങളുടെ എല്ലാവരും ഓരോരുത്തരുടെ പേരെടുത്ത് ഞാൻ വിജയൻ എന്നോട് പറയുകയുണ്ടാവും. അപ്പൊ നമുക്കിനി പാലഭിഷേകം ചെയ്യാം. ഈ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ പാക്കറ്റ് പാലല്ല നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്നത്. ഞാൻ എന്റെ കൈ കൊണ്ട് സ്വന്തമായി കറന്നെടുത്ത ശുദ്ധമായ നാടൻ പശുവിൻ പാൽ കൊണ്ടാണ് നമ്മൾ അഭിഷേകം ചെയ്യാം. പാലെടുക്കടാ. അമ്മവാ, എന്റെ പാൽപാത്രമാണിത്. അതെ, പാല് സൊസൈറ്റിയിൽ കൊടുക്കാന്ന് പറഞ്ഞു കൊണ്ടുവന്നാണ് ദുഷ്ടൻ. അപ്പൊ എല്ലാവരും അനുഭവത്തോടുകൂടി വിജയനെ പാലഭിഷേകം ചെയ്യാൻ പോണു. ഓക്കെ, അത് ഒഴിച്ച് അമ്മേ. എത്ര പൈസ പാലെന്ന് അറിയത്? പാർട്ട്ണർ അത്രേ, പാർട്ട്ണർ. ഓക്കെ. ഇപ്പൊ വിഷമിക്കൊന്നും വേണ്ട. എന്തായാലും നിന്റെ പാലൊരു സൂപ്പർ സ്റ്റാറിന്റെ തലയിൽ കൂടെയാണല്ലോ ഒഴുക്കിയത്. അങ്ങനെ സമാധാനിക്കാം പുണ്യ നമുക്ക്. എന്താ ചെയ്യ? ஹலோ முருகா, எப்படி இருக்கேன்டா? இங்கயா? இங்க இந்த விஜய் சாருக்கு நிறைய ஃபேன்ஸ் இருக்கேன்டா. ட்ரைலர் எல்லாம் ரிலீஸ் பண்ணி கம்பீரமாயிட்டு பாலபிஷேகம் பண்ணிட்டேன்டா. சூப்பரா இருக்கு. என்ன அன்புக்கு என்னாச்சு? ஆனா நான் இப்ப இங்க இருந்து அங்க நீ ஒண்ணு பண்ணு, போன் கட் பண்ணு. ஓகே.
மாமா எனக்கு ரொம்ப சந்தோஷமா இருக்கு. என்ன செல்லம்? அதாவது முதலா கேரளாவில விஜயோட படம் நான் பார்க்க போறது. വിജയ് സാറിന് കേരളത്തിലും ഫാൻസ് ഇരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ കണ്ടാലും ഇവിടെ കണ്ടാലും ഒരുപോലെ തന്നെയാ. ഓ എനിക്ക് വയ്യ. ഏ മാമാ മുഖം സോകമാ இருக்குது. അത് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാ പ്രശ്നം? നമ്മുടെ അൻപില്ലേ, അവനെ ദണ്ഡിക്കൽ ശിവയുടെ ആൾക്കാർ തല്ലി. അവനിപ്പോ ആശുപത്രിയില്ല, കുറച്ച് പ്രശ്നത്തിലാന്നാ പറഞ്ഞത്. അപ്പൊ എന്നാ പണ്ണു? അല്ല എന്തെങ്കിലും ചെയ്യണം. ഉത്തമ എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ പാലാഭിഷേകമൊക്കെ? ഓ ഗംഭീരം, ഭയങ്കര അഭിപ്രായമായിരുന്നു. നിന്റെ ചിഹ്നതളപതിക്ക് വേണ്ടുള്ള പാലാഭിഷേകമൊക്കെ ഇവിടെ നാട്ടുകാർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ എന്താ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള നിന്റെ പരിപാടി? അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജംഗ്ഷൻ ഉണ്ടല്ല, അവിടെ 200 അടി ഹൈറ്റ് ഉള്ള വിജയുടെ ഒരു ഫ്ലക്സ് വെക്കണം. അപ്പൊ ഈ പാലൊന്നും മതി വരാണ്ടാവും. അല്ലാതെ പോരാ, ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുന്നു. പാല് കുറച്ചുകൂടെ സംഘടിപ്പിക്കണോട്ടോ നമുക്ക്. അതെ, നന്ദിനിയുടെ രമണിയിലെ അകടിലുള്ള പാലൊന്നും തികയില്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഈടെ പൊട്ട അത് എനിക്ക് അറിയാൻ തികയില്ലെന്ന്. ഞങ്ങള് തമിഴ്നാട്ടിൽ നിന്നേ ലോറിക്ക് പാലിറക്കും കൊടുക്കും. എടാ മണ്ട, തമിഴ്നാട്ടിൽ നിന്ന് പാലിങ്ങോട്ട് എത്തുമ്പോഴേക്കേ അത് മോരാവും. അയ്യടാ, പാലായാലും മോരായാലും ഒഴിച്ചു കളയാനുള്ളതല്ലേ. അതൊക്കെ അപ്പൊ അതൊക്കെ അവിടെ വെക്കട്ടെ. പിന്നെ ഉത്തമ, എന്താ മാമ? നിന്നോട് വളരെ കാര്യപ്പെട്ടൊരു കാര്യം പറയാനാണ് ഞാൻ ഇപ്പൊ വന്നേ. മാമൻ പറഞ്ഞു. അതായത് നീ ഇപ്പൊ ഈ കാണിച്ചു കൂട്ടുന്നതിന്റെ ഒക്കെ നഷ്ടം വഹിക്കണത് അപ്പുണ്യ. ഇപ്പൊ തന്നെ നീ കാരണം വലിയൊരു നഷ്ടം വന്നിട്ടുണ്ട് അവന്. അവൻ ഈ പറഞ്ഞ മാതിരി ഈ 2 പശുക്കളെയും കൊണ്ടാണ് അവന്റെ ജീവിത കാര്യങ്ങളൊക്കെ നടത്തി പോണതേ. ഇപ്പൊ ഒരു കുട്ടിയുമായി. പശു പറ്റാ? പശു അല്ല, അവനൊരു കുട്ടിയായിന്ന്. അപ്പൊ ഈ പശുവിന്റെ പാലും വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് നിന്റെ കുടുംബം നോക്കണം, അവന്റെ കുടുംബം നോക്കണം വെച്ചാൽ അത് നടപടിയുള്ള കാര്യമല്ല. അല്ല, മാമൻ എന്താ ഉദ്ദേശിച്ചത്? അതെ, നീ എത്രയും പെട്ടെന്ന് തമിഴ്നാട്ടിലേക്ക് പോണം, അതാണ് മാമ ഉദ്ദേശിക്കണത്. ഞാൻ ഇവിടെ തമിഴ്നാട്ടിലേക്ക് പോകണം? അത് നടക്കില്ല പുണ്ണി. എന്താ നടക്കാത്തെ? എനിക്കിവിടെ കേസുണ്ട്, ആഴ്ച പോയി ഒപ്പിടണ്ടേ. അപ്പൊ കേസാണ് നിന്റെ പ്രശ്നം, മെയിൻ പ്രശ്നം. അതുകൊണ്ട് നീ പേടിക്കണ്ട. അതിപ്പോ ഞാൻ രാഘവനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാവുന്ന കാര്യമുള്ളൂ. നീ ഇപ്പൊ തന്നെ ഈ തീരുമാനം മാറ്റി തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങൾ നടക്കും. അപ്പൊ നീ അത് ചെയ്യ. ഇനി അതല്ല, നീ ഇവിടെ തന്നെ കെട്ടിത്തിരിഞ്ഞ് കാര്യങ്ങൾ ഇതേമാതിരിയൊക്കെ തന്നെ നീക്കാനാണ് ഉദ്ദേശിക്കണെന്ന് വെച്ചാൽ അറിയാലോ, ഞാൻ കാരണമാണ് നീ ഇപ്പൊ ജാമ്യത്തിന് ഇവിടെ ഇറങ്ങിയേക്കണത്. അതേപോലെ തന്നെ നീ അങ്ങോട്ട് കയറി കിടക്കും. അതെ, ഭീഷണിയാ? ഭീഷണി അല്ലടാ, നിനക്ക് ഇവിടുത്തെ താളം കിട്ടിയിട്ടില്ല. ഞാൻ നല്ല താളത്തിനല്ലേ ഷാപ്പിൽ പോയി അന്വേഷിച്ച് നോക്ക്. ഞാൻ എന്നാ തുള്ളന്നറിയാം. നീ തുള്ളുണ്ടാവും, പക്ഷെ നിന്റെ ഈ താളം കൊണ്ട് നടന്നാലേ ഞങ്ങൾ അവതാളത്തിലാവും. അതാ പറയണേ. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ അപ്പുണ്ണി പറഞ്ഞ പോലെ തമിഴ്നാട്ടിലേക്ക് എന്നെ അങ്ങോട്ട് പൊക്കോ. അപ്പൊ ഞാൻ ഇവിടുന്ന് പോണം. ഇതിപ്പോ എല്ലാരും കൂടെ എടുത്തേക്കണ ഒരു തീരുമാനമാണല്ലേ? അതെ. എന്റെ അമ്മ അറിഞ്ഞായിരുന്നു? അപ്പച്ചി ഇത് അറിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അത് അറിഞ്ഞോണ്ട് വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, സന്തോഷം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ പോയ എന്റെ സ്ഥലത്തിന്റെ കാര്യം എന്താവും? അതൊന്നും നീ വിചാരിക്കണ്ട. നിനക്ക് വേണ്ട ചക്കയും മാങ്ങയൊക്കെ എന്താ വെച്ചാലും നീ വർഷം വന്ന് ഇവിടുന്ന് ഷാപ്പിട്ട് പോയിക്കോ. പിന്നെ ഇപ്പൊ അധികം ദൂരമൊന്നുമല്ലോ ഈ തമിഴ്നാട്. എപ്പോ വേണമെങ്കിലും നിനക്ക് വരാം, എപ്പോ വേണമെങ്കിലും പോവാം. അല്ല, പോവായിരുന്നു, പക്ഷെ അത് ശരിയാവൂല. ഇവന് ഞാനുള്ള പാർട്ണർഷിപ്പിന്റെ നമ്മുടെ ബന്ധമുണ്ടല്ലോ, അതിന്റെ ഷെയറും കാര്യങ്ങളൊക്കെ. എന്റെ പൊന്ന്, അതേ ഇതേതാ കാലം? ഡിജിറ്റൽ സിസ്റ്റമുള്ള കാലല്ലടാ. എത്ര പൈസയാണെന്ന് വെച്ചാൽ മാസം അത് കറക്റ്റായിട്ട് നിനക്ക് അങ്ങോട്ട് എത്തിയാ പോരെ അക്കൗണ്ടിലേക്ക്. അതിനൊക്കെ വേണ്ടിട്ട് ഇവിടെ തൂങ്ങി നിൽക്കണോ? അപ്പൊ ഞങ്ങൾ പോണം, അതാണ് നിങ്ങളുടെയൊക്കെ തീരുമാനം. അങ്ങനെ പോണതാണ് നിനക്കും നല്ലത് ഉത്തമ. അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ വെറുക്കും. നീ ഇങ്ങോട്ട് വരികയാണെന്ന് അങ്ങോട്ട് കേട്ടപ്പോ ഉത്സവം വരണ പോലെ ആയിരുന്നു ഈ തറവാട്ടില്. വന്നിറങ്ങിയത് ഉൾക്കാണ് എന്നുള്ളത് ഇപ്പോഴല്ലേ മനസ്സിലാവണേ. അതെ, അമ്മാവൻ ഇത്രയും പറഞ്ഞത് കൊണ്ട് ഞാൻ പോണില്ല. പക്ഷെ എന്റെ അൻപ് അവിടെ തല്ലുകൊണ്ട് എടുക്കേ. എനിക്ക് അവിടെ ചെന്നിട്ട് അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടുന്ന് പോവാം. അത് മതി, പോയാ മതി. അതെ, അത്രയും സന്തോഷിക്കൊന്നും വേണ്ട. മാമൻ നേരത്തെ പറഞ്ഞ പോലെ കേരളവും തമിഴ്നാടും തമ്മിൽ അധികം വ്യത്യാസമൊന്നും ഇല്ല. ഞാൻ എപ്പോ വേണമെങ്കിലും തിരിച്ചു വരാം. ബൂമറാങ്ക് പോലെ തിരിച്ചു വരും. നിങ്ങൾ തിരിച്ചു വരെ നിൽക്കുക പോവുകയൊക്കെ ചെയ്തോളൂ, സ്ഥിരതാമസാക്കാൻ ഞാൻ മതി.
அப்புண்ணி நான் திரும்பி வருவேண்டா. அது எப்ப வரும் எப்படி வரும்னு யாருக்கும் தெரியாது. லக்க 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 லக்க. அப்பா ரஜினி ஸ்டைல். ஓ செல்லம். மாமா. ഇങ്ങനെ സന്തോഷം ഉണ്ടായാലും ദുഃഖം ഉണ്ടായാലും ഉമ്മ എറിഞ്ഞ് കളിക്കുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണുക. അതിന് അവർക്ക് സങ്കടമില്ലല്ലോ, സന്തോഷം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ആവട്ടെ, നിനക്ക് സന്തോഷമായി. എനിക്ക് സന്തോഷമായി. മോൻ കാണിക്കണേ. അപ്പച്ചി അപ്പച്ചി എന്താ മോളെ? എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. അതൊന്നുമല്ല. ഉത്തമേട്ടൻ പോയോണ്ടാ? ഉത്തമൻ പോയതിന് വിഷമിക്കേണ്ട കാര്യം എന്താ? സന്തോഷിക്കല്ലേ വേണ്ടത്, അല്ലേ അപ്പച്ചി? എന്തുവായി കാണിക്കുന്നേ? ഒരാൾ വിഷമിച്ചിരിക്കുമ്പോഴാണോ ഇക്കടെ ഈ തമാശ? ഓ, നമ്മളൊന്നും മിണ്ടണില്ലേ? അപ്പച്ചി ഒന്നും വിചാരിക്കല്ലേ, പുള്ളിക്ക് അതിനുള്ള വകതിരിവൊന്നും ഇല്ല. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നല്ലേ, ഉത്തമൻ ഇപ്രാവശ്യം വന്നിട്ട് പോയപ്പോൾ എന്തെങ്കിലും അടിച്ചോണ്ട് പോയായിരുന്നോ? നീ ഉമ്മാന്ന് വിളിക്കണ്ട, ഉത്തമൻ ആയോണ്ടാ ഞാൻ ചോദിക്കുന്നത്. അപ്പച്ചിയുടെ പേര് 14 സെന്റ് സ്ഥലമില്ലേ, അപ്പച്ചിയെ കൊണ്ട് കള്ളവെപ്പ് വല്ല ഇടിച്ചു കൊണ്ടുപോയാലോ? അപ്പച്ചിയെ ഒപ്പ് വല്ല ഇട്ട് കൊടുത്തായിരുന്നോ? ഞാൻ ആർക്കും ഒപ്പിട്ട് കൊടുത്തില്ല. അല്ല, ഒപ്പിടാൻ അറിയത്തില്ലെന്നറിയാം, പിന്നെ ഫിംഗർ പ്രിന്റ് ഇല്ലേ, വിരലാടെ. മനസ്സിലായി മനസ്സിലായി. ആ, അത് ഇട്ട് കൊടുത്തായിരുന്നോ? അല്ല, മഷി എങ്ങനെ വിരലെങ്ങനെ ഉണ്ടോന്ന്. അപ്പച്ചിയെ കയ്യെ കിടന്ന വളയെന്തിയേ? ആ, ഉത്തമൻ കൊണ്ടുപോയി. കണ്ട, ഞാൻ പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? ഉമ്മ അങ്ങനൊന്നും പറയല്ലേന്ന്. ഇപ്പൊ വളയടിച്ചോണ്ട് പോയത് കണ്ടോ? ഇതെന്താന്നറിയിക്കാ? ആ, എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞപ്പോ രാത്രിയിൽ ഉത്തമൻ അപ്പച്ചി എടുത്ത് ചെന്ന് കള്ളയൊപ്പിടിക്കാൻ പ്രമാണത്തില്. അപ്പോഴാണ് അപ്പച്ചിയുടെ കൈ തിളങ്ങുന്ന വള കണ്ടത്. അത് ഊരി എടുത്തോണ്ട് ഒരൊറ്റ പോക്ക് ഉത്തമനെ ഒപ്പിടിക്കുന്ന കാര്യം പിന്നായാലും നടക്കുമല്ലോ. അല്ല, സുലു കണ്ടായിരുന്ന? ഞാൻ കണ്ടില്ല. പിന്നെ ഇതെല്ലാം എന്റെ ഊഹാപോഹങ്ങളാ. പലപ്പോഴും ഊഹാപോഹങ്ങളാ സത്യമാവുന്നത്. സുലുവേ, എന്തോ നിന്റെ ഊഹാപോഹങ്ങളൊന്നും വേണ്ട. അവൻ എന്റെ കയ്യിൽ നിന്ന് വള കട്ടെടുത്തോണ്ട് പോയതല്ല. പിന്നെ അപ്പച്ചിയുടെ കയ്യെ കിടന്ന വള എന്തിയെ? ഞാൻ സ്വന്തം മനസ്സാല് അവന് ഊരി കൊടുത്തത്. അപ്പച്ചി വളയെ ഊരി കൊടുത്തു? എന്തിന്? അതെന്തിനാന്നറിയോ സുലു? ഉത്തമൻ ഇവിടെ വന്ന് യുദ്ധം ജയിച്ച് പോയതല്ലേ, അതാ പട്ടും വളയൊക്കെ കൊടുത്തു വിട്ടത്. മജീദേ, ഓ, ചെറുപ്പത്തില് അവന് വേണ്ടി ഒന്നും ചെയ്യാൻ നീ സാധിച്ചില്ല. ഇപ്പോഴെങ്കിലും ഞാൻ എന്തെങ്കിലും അവന് വേണ്ടി ചെയ്യണ്ടേ? സെന്റിമെന്റ്സ് ഒക്കെ നല്ലത്, പക്ഷെ ഉത്തമൻ അത് മുതലാക്കും. അല്ലപ്പച്ചി, പണ്ട് അപ്പച്ചിയുടെ മാല അടിച്ചോണ്ട് പോയപ്പോ അല്ലേ ഉത്തമേട്ടൻ ഇങ്ങോട്ട് തിരിച്ചു വരാതിരുന്നത്? അതുപോലെ ഇപ്പൊ വള കൊടുത്തു വിട്ടപ്പോ ഉത്തമേട്ടൻ ഇനി ഇങ്ങോട്ട് വരാതിരിക്കുവോ? അവൻ തിരിച്ചു വരും. കാരണം എന്താണെന്നറിയാവോ? എന്റെ 14 സെന്റ് സ്ഥലം ഇവിടെ കിടക്കുമല്ലേ, അതിനു വേണ്ടി അവൻ വരും. ആ വരവിന് ഞാൻ അവനെ ഒരു പൂട്ടും. അവന്റെ ഈ കുരുത്തക്കടക്ക കളഞ്ഞ് അവനെ ഞാൻ നല്ലവനാക്കി എടുക്കും. ബാലാമണി ആരാണെന്ന് അവൻ അറിയാൻ പോണതേ ഉള്ളൂ. വരട്ടെ. എന്നാ പിന്നെ ഉത്തമന്റെ അടുത്ത വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, അല്ലേ അപ്പച്ചി? ഞങ്ങൾ ഇറങ്ങട്ടെ? നിങ്ങൾ പോവുകയാണോ? പിന്നെ പോണ്ടേ? കുറച്ച് കഴിയുമ്പോ ഞാനും പോവും. ആ, പോവും. ഞാൻ വിട്ട തന്നെ. പച്ചി, എന്നാ അടുത്ത വരവിന് നമുക്ക് മുട്ടാം. ഓക്കെ, പോട്ടെ പച്ചി. ശരി. പോട്ടെ മോളെ. ഞാനും വരുന്നുണ്ട്. ഒന്നാം പാ. അമ്മ കേടന്നില്ലേ? ഇല്ല, അതെ കിടക്കാൻ പോവായിരുന്നു. എന്താ മോളെ? എന്താടി? അതൊന്നുമില്ല. അതമ്മേ, നമ്മുടെ അപ്പച്ചിക്ക് ഉത്തമേട്ടൻ പോയാലും നല്ല വിഷമമുണ്ട്. പക്ഷെ അപ്പച്ചി അതൊന്നും പുറത്ത് കാണിക്കണില്ല എന്നുള്ളൂ. എനിക്കത് മനസ്സിലായിടി. ഞാൻ അതുകൊണ്ടാണ് നാത്തോനോട് പറഞ്ഞ് 2 ദിവസം കൂടി ഇവിടെ നിൽക്കുക, അത് കഴിഞ്ഞിട്ട് പതുക്കെ പോവാന്ന്. അപ്പൊ കേൾക്കാണ്ട് ചാടി തുള്ളി പോയതാ. ഞാനും കൊറേ പറഞ്ഞു നോക്കി, പക്ഷെ കേൾക്കണില്ല. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? പറഞ്ഞ അനുസരിക്കണ പ്രകൃതം അല്ലല്ലോ. അല്ല, അച്ഛനെവിടെ?
അച്ഛൻ മുകളിൽ പങ്കീരെടുത്ത് വർത്താനം പറഞ്ഞിരിക്കുക. അതിനി നേരം വെളുക്കും. എന്താ ഉറക്കമൊന്നുമില്ലേ? എനിക്ക് ഉറക്കമൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ വർത്താനം പറഞ്ഞിരിക്കാടി. അയ്യോ വേണ്ട, അമ്പിളിക്ക് ഇപ്പൊ വിളിക്കും. ആണോ? ആ എന്നാ മോള് പോക്കോ. ഗുഡ് നൈറ്റ് അമ്മ. ഗുഡ് നൈറ്റ്. അച്ഛാ ചായ. അച്ഛാ, ഇന്നത്തെ കാലത്തെ അച്ഛനെ പോലെ പത്രം വായിക്കുന്നവർ ഭയങ്കര കുറവാട്ടോ. മോളെ, ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് പത്രമൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ,